മലപ്പുറം കുറ്റിപ്പുറത്തുണ്ടായ അപകടം നിങ്ങളെല്ലാം അറിഞ്ഞില്ലേ? ഈ അപകടത്തിന് ശേഷവും കൂസലില്ലാതെ അമിത വേഗം തുടർന്ന് സ്വകാര്യ ബസ്സുകൾ. തൃശൂർ കോഴിക്കോട് ബസ് കുറ്റിപ്പുറത്ത് ദേശീയപാതയിൽ ചീറിപ്പാഞ്ഞത് 107 കിലോമീറ്റർ വേഗതയിലാണ്. ഹാപ്പി ഡേ എന്ന പേരിലുള്ള ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ് അമിത വേഗതയിൽ പാഞ്ഞത്. രാഹുൽ KV ഉണ്ട് വിവരങ്ങളുമായി. രാഹുൽ, ഗുഡ് മോർണിംഗ്. നമ്മളെയൊക്കെ ഏറെ ഭയപ്പെടുത്തിയ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞത്. അതിവേഗത്തിലാണ് ആ ബസ് വന്നത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇതിനു മുൻപ് വ്യക്തിപരമായി എനിക്കും അനുഭവമുണ്ട്. നമ്മളിങ്ങനെ ഹൃദയമൊക്കെ കയ്യിൽ പിടിച്ചാണ് അതിലിരിക്കുന്ന ശീലമില്ലാത്ത മനുഷ്യർ. എന്തിനാണ് ഇവർ ഈ മരണപ്പാച്ചിൽ നടത്തുന്നതെന്ന് തോന്നിപ്പോവും. ഈ 107 കിലോമീറ്റർ വേഗതയിൽ ഒരു ബസ് പോവുക എന്നൊക്കെ പറഞ്ഞാൽ ഈ പാഞ്ഞു പോകുമ്പോൾ കണ്ണിൽ കാണാൻ പോലും കിട്ടില്ലല്ലോ, അത്ര അധികം വേഗമാണല്ലോ. മോത്തി, ഗുഡ് മോർണിംഗ്. ഈ വാർത്തയും വിവരവും ഒരിക്കൽ കൂടി ഗതാഗത മന്ത്രിയുടെയും വകുപ്പ് ഉദ്യോഗസ്ഥരുടെ, മേൽത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരുടെയും താഴേക്കിടെ ഉള്ള എല്ലാ ഉദ്യോഗസ്ഥരുടെയും നിയമപാലകരുടെയും ഒക്കെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. കാരണം സ്വകാര്യ ബസ്സുകൾ ഇങ്ങനെയാണ് നിരത്തുകളിൽ ചീറിപ്പാഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. നേരത്തെ ഇങ്ങനെയായിരുന്നു, ഇനിയും ഇങ്ങനെ ആയിരിക്കും എന്ന രീതിയിൽ തന്നെയാണ് സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിൽ തുടരുകയും ചെയ്യുന്നത്. ഇന്നലെ കുറ്റിപ്പുറത്ത് അപകടമുണ്ടായി, ഒരു യുവാവിന് ജീവൻ നഷ്ടമായി. അതായത് പരീക്ഷ എഴുതുന്നതിന് വേണ്ടി തൃശ്ശൂരിലേക്ക് പോവുകയായിരുന്ന കോഴിക്കോട് പെരുവയൽ സ്വദേശിയായ യുവാവ് 31-കാരനാണ് അപകടത്തിൽ ജീവൻ നഷ്ടമായത്. അതിന് തൊട്ടു പിന്നാലെയാണ് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം സ്വകാര്യ ബസ്സുകൾ അവരുടെ ഈ ഓട്ടത്തിൽ, ഈ അമിത വേഗതയിൽ ഓടുന്നതിൽ മാറ്റം വരുത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി നമ്മളിങ്ങനെ ബസ്സിൽ കയറി യാത്ര ചെയ്യുകയും ചെയ്തത്. അതായത് അപകടമുണ്ടായ കുറ്റിപ്പുറത്ത് നിന്ന് ചങ്കുവെട്ടി വരെയാണ് മലപ്പുറം ജില്ലയിൽ തന്നെ നമ്മൾ യാത്ര ചെയ്തിരുന്നത്. അതായത് ഈ അപകടമുണ്ടായ NH-66 അപകടമുണ്ടായതിന് തൊട്ടടുത്ത് എത്തിയ സമയത്ത് തന്നെയാണ് ഈ സ്വകാര്യ ബസ്സും തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരുന്ന ബസ്സാണ് ഈ 107 km/h, ഒരു മണിക്കൂറിൽ 107 കിലോമീറ്റർ ഓടുന്ന രീതിയിലുള്ള ഈ അമിത വേഗം കൈവരിച്ച് ഓടുകയും ചെയ്തത്. പിന്നീട് സ്പീഡ് ഇങ്ങനെ കുറച്ചു എന്നല്ല, 100-ന് മുകളിൽ ഓടിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഹാപ്പി ഡേ എന്ന് പറയുന്ന ഈ സ്വകാര്യ ബസ്സാണ്, ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ്. നിറയെ യാത്രക്കാരാണ് കേട്ടോ. അതായത് സീറ്റിൽ മുഴുവനായി യാത്രക്കാരുണ്ട്. ഒപ്പം നിന്നുകൊണ്ടും യാത്ര ചെയ്യുന്ന സമയത്താണ് ഞാനും നമ്മുടെ ക്യാമറമാനുമാണ് ബസ്സിൽ കയറിയിരുന്നത്. നമ്മൾ രണ്ടുപേരും സീറ്റില്ലാതെ നിന്നുകൊണ്ടാണ് യാത്ര ചെയ്യുകയും ചെയ്തിരുന്നത്. ഏതായാലും ഈ വേഗപ്പൂട്ട്, സ്പീഡ് ഗവർണർ എന്നതൊക്കെ നേരത്തെ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന ഒരു സാധനമാണ്. പിന്നീട് ഇങ്ങോട്ടേക്ക് അത് കേൾക്കാനേ ഇല്ല എന്നുള്ളതാണ് നിലവിൽ ഓരോ തവണയും ഓരോ ബസ്സുകളുടെ ഉദാഹരണം എടുത്ത് നോക്കുമ്പോഴും വ്യക്തമാവുകയും ചെയ്യുന്നത്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ സ്പീഡ് ഗവർണർ പരിശോധിക്കേണ്ടതാണ്, പരിശോധിക്കും എന്നൊക്കെ പറയുകയും ചെയ്തിരുന്നു. പക്ഷെ അങ്ങനെ സ്പീഡ് ഗവർണർ ഉള്ള ഒരു വാഹനത്തിന്, ഒരു ബസ്സിന് എന്തായാലും 107 കിലോമീറ്ററിൽ 100 കിലോമീറ്ററിന് മുകളിൽ ഓടാൻ കഴിയില്ല എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. അങ്ങനെ ഈ സ്പീഡ് ഗവർണർ, സ്പീഡ് നിജപ്പെടുത്തിയിട്ടുള്ള ഒരു ബസ്സിന് 80 കിലോമീറ്ററിലാണ് പരമാവധി ഓടാൻ കഴിയുക എന്നതാണ് ഏതായാലും നമ്മുടെ അറിവ് എന്ന് പറഞ്ഞത്. പക്ഷേ നിരത്തുകളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെയല്ല അവസ്ഥ എന്നതാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഈ കാണിക്കുന്നത് തൃശ്ശൂർ കോഴിക്കോട്ട് റൂട്ടിലാണ്. അതായത് ഇന്നലെ അപകടമുണ്ടായ അതേ പാതയിലാണ്, അതേ രജിസ്ട്രേഷൻ, ഗുരുവായൂർ രജിസ്ട്രേഷനിലുള്ള സ്വകാര്യ ബസ് തന്നെയാണ്. അതുപോലെ തന്നെയാണ് കോഴിക്കോട് പാലക്കാട്ട് റൂട്ടിലേക്കൊക്കെ വന്നു കഴിഞ്ഞാലും ഇതേ രീതിയിൽ തന്നെയാണ് വാഹനങ്ങളുടെ ഓട്ടം എന്നത്. നിരത്തുകളിൽ തുടർച്ചയായ അപകടമാണ്. ആളുകൾക്ക് ജീവൻ കൂടുതലായി നഷ്ടപ്പെടാതിരിക്കുന്നു എന്നുള്ളത് മഹാഭാഗ്യം എന്ന് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. എന്തായാലും 107 കിലോമീറ്ററിൽ ഓടിയ ആ ബസ്സിൻ്റെ ദൃശ്യങ്ങൾ സഹിതം ഞാൻ നേരത്തെ ആ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ബന്ധപ്പെട്ട നടപടി സ്വീകരിക്കേണ്ട അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടി പെടുത്തുകയാണ്. ഇപ്പോൾ ബസ്സുകാരുടെ പ്രതികരണമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒറ്റവാക്കിൽ പറയാനുള്ളത് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടമാണ് എന്നതാണ്. അതായത് നമ്മൾ തമാശ രൂപേണ ഇപ്പോൾ ഏത് അപകടം ഉണ്ടായിക്കഴിഞ്ഞാലും ഇത് കാണുന്ന ആളുകൾ പറയുന്നതാണ്, രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഓടുന്ന ആളുകളല്ലേ, അങ്ങനെയല്ലേ ഉണ്ടാവുകയുള്ളൂ എന്ന്. ആ രീതിയിൽ തന്നെയാണ് ബസ്സുകാരുടെ പ്രതികരണം എന്നതും. ഏതായാലും ഇത് അടിയന്തരമായി തന്നെ നിർത്തേണ്ടുന്നതാണ്, നടപടി സ്വീകരിക്കേണ്ടുന്ന ഒരു സാഹചര്യം തന്നെയാണ്. മനുഷ്യനെ കൊല്ലുന്ന രീതിയിൽ ബസ്സിനകത്ത് സഞ്ചരിക്കുന്ന ആളുകളുടെ ജീവൻ കവരുന്ന രീതിയിലാണ് സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിലും കൊല്ലുന്ന വേഗതയിലുള്ള ഓട്ടവും തുടരുന്നത്. അതിൽ അടിയന്തര നടപടി വേണ്ടുന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കുറ്റിപ്പുറം അപകടത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ഇന്നലെ ഉണ്ടായ അപകടത്തിൻ്റെ കാരണം എന്താണെന്ന പരിശോധന, അമിത വേഗതയാണെന്ന് ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരും ദൃക്സാക്ഷികളും ഒക്കെ തന്നെ പറയുന്നുണ്ട്. അതിൽ ട്രാൻസ്പോർട്ട് കമ്മീഷനോട് അന്വേഷണവും പുരോഗമിച്ചു വരികയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി നടപടികൾ കടുപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിനുള്ള ഒരു വാർത്ത എന്ന രീതിയിൽ, ഒരു വിവരം എന്ന രീതിയിൽ കൂടി ഇത് സമർപ്പിക്കുകയാണ്.